ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള കുറച്ച് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. ഒരു 2-3 കളറുണ്ട്. അപ്പം ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്നും റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പിങ്ക് കളറും അതേപോലെ തന്നെ ഒരു ഡാർക്ക് റോസ് കളറും ആയിരുന്നു കേട്ടോ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം കണ്ടില്ലേ, ഈ ചെടിയൊക്കെ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് മുരടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരത്തില്ല. അപ്പം ഡാമേജ് ആയിട്ടുള്ള അതിൻ്റെ ലീഫും കുറച്ച് തണ്ടുകളും ഒക്കെ മുറിച്ച് മാറ്റിയിട്ട് അതിൻ്റെ വേര് ഇളകാണ്ട്, വേരിന് ഒരു കേടുപാട് സംഭവിക്കാണ്ട് മണ്ണിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ എടുത്തിരിക്കുന്ന റൂട്ടോട് കൂടി തന്നെയാണ് കേട്ടോ പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തണ്ടൊടിച്ച് മാറ്റിയിട്ടില്ലേ, അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു മഗ്ഗിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഇച്ചിരി വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ തണ്ടുകൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അതിന് വേരുകൾ കിളിക്കും. അതിനുശേഷം നമുക്ക് മണ്ണിൽ നട്ടു കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പം നമ്മൾ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചത് കളയുന്നില്ല, അത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ച് വെക്കുകയാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇത് റൂട്ടൊന്നും കളയാണ്ട് തന്നെ നമ്മൾ നല്ലൊരു പോട്ടി മിക്സിലേക്ക് ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഈ ചൈനീസ് ബോൾസൊക്കെ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ സ്യൂഡോമോണാസിൽ മുക്കി വെക്കുന്നത്. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സ്യൂഡോമോണാസ് നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്, അല്ലാതെ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഈ ചെടികളിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ സ്യൂഡോമോണാസ്. അപ്പോൾ ഇതൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ളൊരളവിലാണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഏത് പ്ലാന്റ് ആണോ നടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അത് കുറച്ച് സമയത്തേക്ക് ഇതിലേക്ക് ഒന്ന് മുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഉണ്ടാവുന്ന ഫംഗൽ ഡിസീസുകളൊക്കെ ഒന്ന് ഒരു പരിധി വരെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് ആ ഒരു പ്ലാന്റിനെ ആ വെള്ളത്തിൽ തന്നെ മുക്കി വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂറോളം അത് അങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിനി നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മണ്ണിലേക്ക് കുറച്ച് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ തന്നെ എല്ലുപൊടി, ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കുക പോട്ടി മിക്സ് ആണ് കേട്ടോ. അപ്പം വേര് പിടിക്കാത്ത ആണെങ്കിൽ പെട്ടെന്ന് ഈ തണ്ടെടുത്ത് ഈ ഒരു പോട്ടി മിക്സിലേക്ക് വെക്കരുത്. തണ്ട് എവിടെയെങ്കിലും ഒരു നോർമൽ മണ്ണിലേക്ക് മാറ്റി വെച്ച് വേര് പിടിച്ചതിന് ശേഷം മാത്രം ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ആ പ്ലാന്റ് നട്ട് വെക്കാവുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി വേരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ട് പ്ലാന്റിനെ സെറ്റാക്കി വെച്ചു. എപ്പോഴും ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു ചൈനീസ് ബോൾസം. ചൈനീസ് ബോൾസത്തിൻ്റെ നാടൻ വെറൈറ്റിക്ക് നമുക്ക് അത്ര കെയർ കൊടുക്കേണ്ടത് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കിനും നല്ല വലിപ്പമുള്ള പൂക്കൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അതേപോലെ തന്നെ നല്ല കെയറും കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാന്റിനെ നമുക്ക് കുറച്ചും കൂടെ നാൾ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പോവും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ തണ്ട് നട്ടു കൊടുത്ത് കിളിപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.